ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിട്ട ഒരു വീഡിയോയിൽ വന്ന നല്ല കമൻസുകളെ കുറിച്ചിട്ടാണ്. മസിൽ കയറിയാൽ അപ്പോൾ തന്നെ ചൂടോടുകൂടി ഉമിനീര് പുരട്ടി ഭേദമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനിട്ടത്. സത്യത്തിൽ ഞാനിട്ട വീഡിയോ അത്രയും ഒരു ഉപകാരപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിലത്തെ കമൻസുകളിൽ നിന്നുമാണ് ആ ഒരു ഒറ്റമൂലിയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കുറേ ആൾക്കാർ ഒരു 380 390 അത്രയും കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുൻപ് അങ്ങനെ കയറി കിടക്കുന്ന ഒരു 5-8 കമൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും കമൻസ് വായിക്കണമെന്നില്ലല്ലോ, എല്ലാവർക്കും തിരക്കല്ലേ. അതുകൊണ്ട് അവിടെ ഇച്ചിരി കേട്ടു ഇവിടെ ഇച്ചിരി കേട്ടു, ഏതാ കേട്ടേ എന്ന് ആർക്കും ഒരു പിടിയില്ല. എന്നിട്ട് പിന്നെ വീണ്ടും ചോദിക്കും അത് എന്താ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ശരിക്കും കൃത്യമായിട്ട് നീട്ടിവലിച്ച് തന്നെ പറഞ്ഞാലേ ആ വീഡിയോ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, എത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർ അവർ മാറിപ്പോക്കോട്ടെ. കാണാൻ ഇഷ്ടമുള്ളവർ, പെട്ടെന്ന് മനസ്സിലാകാത്തവർ കുറേ പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഒരു 10 ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 2 വട്ടമായിട്ട് ആ വീഡിയോ, ഈ വീഡിയോൻ്റെ മുമ്പ് ഭാഗം ഞാൻ എടുത്തിട്ട് പിന്നെ അത് പൂർത്തീകരിക്കാൻ അപ്പം എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തേനും ഇതിലെ റെക്കോർഡ് വെച്ച പാട്ട് വെച്ച പല കാര്യങ്ങളും ഇവിടെ നടന്നു. അപ്പോൾ എനിക്കത് കാരണം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ പൂർണ്ണമായിട്ടും എടുക്കുന്നത്. കമൻസ് നമുക്കേറെ പഠിക്കാനുള്ളതാണ്. എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്. ചില കമൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കമൻറ്റ്, ഈ നമ്മുടെ ജീസസ് യേശുക്രിസ്തു തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് കണ്ണിൽ തേച്ച് കുരുടനെ സൗഖ്യമാക്കിയ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു ആൾ എഴുതിയിട്ടുണ്ട്, 1400 വർഷം മുമ്പ് പ്രവാചകനായ നബി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ നബി ശിഷ്യന് പാമ്പുകടി ഏറ്റിട്ടുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിഷം ഏറ്റിട്ട് ഉമിനീര് കൊണ്ടാണ് സൗഖ്യപ്പെടുത്തിയത് എന്ന് പറയുന്നു. ആർക്കോ കണ്ണിന് തകരാറുണ്ടായപ്പോഴും ഉമിനീര് കൊണ്ടാണ് അത് സൗഖ്യപ്പെടുത്തിയത് എന്നും അവിടെ പറയുന്നുണ്ട്. തരിപ്പ് വരുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യാറുണ്ട്. കാലിന് തരിപ്പ് വരുമ്പോൾ ഇത് ചെയ്യാറുണ്ട്. അത് മാറിക്കിട്ടി. ചേച്ചി പറഞ്ഞതുപോലെ ആ ചാനൽ ഞങ്ങൾ കണ്ടെത്തി. അതായത് ഞാൻ കണ്ടെത്തിയത് ജാൻസി പാരഡൈസ് എന്ന ചാനലിൽ നിന്നുമാണ്. എനിക്കത് അറിയില്ലായിരുന്നു. ആ കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു, ഞാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വേറെ കുറേ ആൾക്കാർ ആ ചാനലിൽ അത് പോയി നോക്കിയിരുന്നു. അപ്പോൾ അവർ അത് മുൻപ് കാണുകയും ചെയ്തായിരുന്നു. അവരും ഇതുപോലെ ചെയ്തു. അവരുടെ കാര്യം അപ്പോൾ തന്നെ അത് മാറിക്കിട്ടി എന്നുകൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് കമൻസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ കമൻസ് എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. പഠിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത അത്ര ഇത് അതിനകത്തുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് അതിനകത്ത് ഇങ്ങനെ ഇന്നാളുടെ ഞാൻ കണ്ടു, ഇന്നതുപോലെ ചെയ്തു, എനിക്ക് സൗഖ്യമായി എന്ന് പറഞ്ഞിട്ട് ആരും വീഡിയോ കാണാൻ പോണില്ല. ഇത് എങ്ങനെ എത്ര പേർക്ക് അത് അനുഭവത്തിലൂടെ മനസ്സിലായി എന്നുള്ളത് നമ്മൾ
ഒരു ബോധ്യപ്പെടുത്തൽ കൂടി നടത്തിയാൽ മാത്രമേ വീഡിയോ കാണുകയുള്ളൂ. തിരക്കുള്ളവർ പോയിക്കോട്ടെ, അവരെന്തിനാ കാണുന്നവർക്ക് 10 പേരെ കണ്ടുള്ളൂവെങ്കിലും ആ 10 പേർക്ക് ഉപകാരപ്പെടട്ടെ. പെട്ടെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഓ അതെന്ത് ആ ചേച്ചി അങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു പോയി. ചിലർ ഇത് കേൾക്കുമ്പോൾ അതെന്താ അങ്ങനെ, എന്നാൽ ഒന്ന് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് നോക്കുന്നവരും ഉണ്ട്. ഇപ്പം ഞാൻ ഇത്രയും ആൾക്കാരൊക്കെ ആ വീഡിയോ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും ഞാനിട്ടതല്ല. എനിക്ക് പെട്ടെന്ന് സൗഖ്യമായി എന്നുള്ളത് തോന്നിയിട്ട് തന്നെയാണ് ഞാനത് ഇട്ടത്. ഞാൻ കിടന്ന് ഇങ്ങനെ മസാല കയറി വഴി തന്നെ ഞാൻ ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അത് മാറി. അപ്പം അത് വലിയൊരു എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് മാറിക്കിട്ടുക എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് മാറാത്തതാണ് ഈ പറയുന്നത്. അപ്പം അതിൻ്റേതായ ഒരു സിദ്ധി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് വേറെയും പല കാര്യങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പറയാറായിട്ടില്ല എന്ന് പറഞ്ഞത് ശരിക്കും അതെനിക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തെളിവിലേക്ക് വെക്കാനായിട്ട് എനിക്ക് സമയം വരുന്നുള്ളൂ. കുറച്ചുകൂടി സമയം നോക്കി ഇരിക്കേണ്ടതുണ്ട്. ഇച്ചിരി വല്ലോണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബോധ്യപ്പെടുന്ന തരത്തിൽ തെളിവടക്കം പറഞ്ഞാലല്ലേ, അത് നമ്മൾ തെളിവോട് കൂടി പറഞ്ഞാലല്ലേ ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ കാത്തിരിക്കുകയാണ്. എത്ര ദിവസം മാസമോ ഇരിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് വീഡിയോ ഇടും. നിങ്ങൾക്ക് എന്താ പറയണേ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനത് ചെയ്തത്. പണം ഒരുപാട് വാരിക്കോരി ചിലവാക്കിയിട്ടും മാറാത്തതാണ് ഞാനടക്കം എനിക്കും. അപ്പോൾ അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഒരു പ്രശ്നം എൻ്റെ അവിടെ തീർന്നു. പിന്നെ ആ ഒരു പ്രശ്നം മാത്രമായിട്ട് പറഞ്ഞാലും കാര്യമില്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ അതിൻ്റെ പൊരുൾ മനസ്സിലാവുള്ളൂ. അത് എന്തായാലും ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഇട്ടേക്കണത് മുറിവിന് കണ്ണിൽ കുരു വന്ന മുഖക്കുരു വരുന്നതിന് മുമ്പ് അവിടെ പതിയെ ഒരു വേദന വരുമ്പോൾ നമ്മൾ ഉമിനീര് തൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പൊന്തി വരില്ല, അവിഞ്ഞു പോകും, പാടുണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക. കണ്ടവർക്ക് ആ കമൻസുകളിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാനും ആ കമൻസിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു ചെറിയ കാര്യമല്ലാതെ അങ്ങനെ നമുക്ക് ലോകത്തുള്ള എല്ലാവരും പുറത്തുള്ളവർ വരെ ഇട്ടിട്ടുണ്ട്. 430 ആണ്ട് കമൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണു. അപ്പോൾ ആ കമൻസുകളെല്ലാം ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെടുത്ത് എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു നാളിൽ ഉപകാരപ്പെടും. അത് ഉറപ്പാണത്. അപ്പോൾ പിന്നെ വേറെ എന്തെന്നാ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കാണാതെ ഇരുന്നല്ലേ പറയുന്നത്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് പറയാനായാനെ. മുറിവുണ്ടായ ചെറുതരം മുറിവുകൾ, വലിയ മുറിവൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലല്ലോ. ചെറുതരം മുറിവുകൾക്ക് ഇത് നല്ലതാണ്. പൊള്ളി പൊളയ്ക്കുന്നതിന് മുൻപായിട്ട് പൊള്ളിയ ഉടനെ നമ്മൾ ഉമിനീര് വയ്ക്കുകയാണെങ്കിൽ അവിടെ പൊളച്ചു വരില്ല അത്രേ. പിന്നെ ഒരു കമൻറ്റ് കണ്ടതുകൂടി പറയാട്ടോ. അതും ഈ മസിൽ കയറ്റത്തിന് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വലത് കാലിൻ്റെ മസിലാണ് കയറുന്നതെങ്കിൽ ഇടത് കൈയുടെ നടുവിരൽ, നിങ്ങളാ കമൻസ് ഒന്ന് നോക്കണേ, ഞാൻ പറയുന്നതിൽ തെറ്റ് വരാലോ. ഈ കയ്യിലിട്ട്
വലത് കൈയുടെ കൈ മടക്കി പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ ഇട്ട് ഇങ്ങനെ തിരിച്ച് 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 ചൂട് പിടിപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ ചൂട് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ മസിൽ കയറ്റം മാറും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനത് ചെയ്തു നോക്കിയിട്ടില്ല. എനിക്കതിന് ശേഷം മസിൽ കയറ്റം വന്നിട്ടില്ല. അതേ എനിക്ക് പറയാനാകൂ. ഞാനത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് മസിൽ കയറ്റം വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ ആൾക്കാർ പഞ്ഞിക്കണം. കാരണം ഇത് മിനിറ്റുകൾ കടന്നു പോയി. ഇനി ഇത് ഞാൻ വെട്ടിച്ചുരുക്കി വരുമ്പോൾ എത്ര മിനിറ്റ് വരും എന്നുള്ളത് അറിയില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അവരുടെ സമയം മെനക്കെടുത്തണ്ട. ഇത് ആശുപത്രിയിലൊക്കെ പോയി പണം മുടക്കാൻ കഴിവില്ലാത്തവരും ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റാത്തവർക്കുമായിട്ട് മാത്രമുള്ള ഒരു ഇതാണ്. ഒരു 10 മിനിറ്റോ കൂടി വന്നാൽ ഒരു 15 മിനിറ്റ്, അത്രയൊന്നും പോകാറില്ല എൻ്റെ വീഡിയോസ്. അപ്പോൾ ഞാനിത് ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും. ബൈ.